ഞാൻ ഇങ്ങോട്ട് പോന്നു. ഞമ്മക്ക് പെരുത്ത് സന്തോഷായി ടീച്ചറെ. എനിക്കും. പെട്ടെന്ന് നിങ്ങൾ ലീവ് എടുത്ത് പോയപ്പോ ഞമ്മള് ബേജാറായി. ഞാനും ബേജാറായി. തന്നെ ഞമ്മക്കറിയാം നിങ്ങളെ കൽബില് മോയനുണ്ടെന്ന്. വന്നുണ്ട് പുതിയ ടീച്ചർ. ഇതാരാ മാഷേ? ഇതാണ് കവിത, കവിത ടീച്ചർ. ഹലോ, ഐ മേനക, സയൻസ് ടീച്ചറാണ്. ഹലോ, ഞാൻ അറിഞ്ഞു പുതിയ ടീച്ചർ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന്. ലീവ് കഴിഞ്ഞ് വരില്ലെന്നാ ഇവിടെ മറ്റുള്ളവർ പറഞ്ഞത്. എന്താ വല്ല പ്രപ്പോസലും? ഒരുപാട് പേര് വന്നു, ഞാൻ വേണ്ടെന്ന് വെച്ചു. അതെന്താ? സമയം കളയരുത്. മേന ടീച്ചറെ, കവിത ടീച്ചർക്ക് നമ്മളെന്ന് വെച്ച ജീവനാ. നമ്മളെ ഇഷ്ടമാണ് ടീച്ചർ ഇഷ്ടം. ഓ, അത് ശരി. അപ്പൊ മാഷ വിളിച്ചു വരുത്തിയതായിരിക്കും. ടീച്ചറെ, ഈ മോയം മനസ്സിൽ നിരീച്ചാ മതി, അത് നമ്മളെ മുന്നിലെത്തു. അതാ മനപ്പൊരുത്തം. ഈയിടെയായിട്ട് നിരീക്കൽ ഇത്തിരി കൂടുന്നുണ്ടെന്ന് മാത്രം അല്ലേ മാഷെ? അതെ. അല്ല, എന്താ ടീച്ചർ കൊള്ളിച്ചൊരു വർത്താനോ? നമ്മൾ അത്രക്കാരനല്ല. ഇതൊക്കെ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലേ, ഒരു അഡ്ജസ്റ്റ്മെന്റ്. അത് നേരാ. പിന്നെ ഞാൻ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. വരട്ടെ. ശരി. വെറും കുശുമ്പത്തിയാ, പേര് കേട്ടാ മേനക, പക്ഷേ സ്വഭാവം താടകേടതാ. നമ്മളോടൊന്ന് വളയ്ക്കാൻ നോക്കി, നമ്മൾ വീഴുവോ? വീഴരുത്, അവളുടെ നടപ്പത്ര ശരിയല്ല. സത്യോ, നമ്മൾ തമ്മിലുള്ള ബന്ധം പടച്ചോ നിശ്ചയിച്ചതല്ലേ. നിങ്ങൾ വരി. മാഷ്ട ഒരു നോട്ടം. നമ്മൾ അങ്ങനെ താണല്ല ടീച്ചറെ, എനിക്ക് താണാ. പിന്നെ എനിക്കറിയില്ലേ ആളെ. ടീച്ചറെ, ഇങ്ങോട്ടായാലും വരുമോ? ആര് വരാനാ? മാഷ്ട ദേഹത്തിന് എന്തൊരു ചൂടാ. ടീച്ചർ അടുത്തിരുന്നിട്ടാ ചൂട്. വീശി തരണോ? വേണ്ട, ഈ ചൂട് മുഹബത്തിന്റെ ചൂടാ. ഞമ്മക്ക് പെരുത്തിഷ്ടാ. പിന്നെ മാസ്റ്റർ ഫോട്ടോ ഞാൻ അനുജത്തിമാരെ കാണിച്ചു. എന്നിട്ട് സിനിമാ നടനെ പോലെ ഉണ്ടെന്നാ അവര് പറഞ്ഞത്. അഞ്ചത്തിമാർക്ക് പ്രായം എത്ര ഉണ്ട്? ഒരാൾക്ക് 18, അടുത്തയാൾക്ക് 17. പടച്ചോനെ, ഓല ഇങ്ങോട്ട് കൊണ്ടുവന്നൂടായിനോ? അവരെ കണ്ട മാഷ്ക്ക് എന്നോടുള്ള സ്നേഹം കുറയില്ലേ? അല്ലാന്ന്, ഓർക്ക് നമ്മള് അറബി ടീച്ചറിന്റെ പണി മേയി കൊടുക്കൂലേ? ഏത്? അവരെ ഞാൻ കൊണ്ടുവരാം. ഈ മാല പുതിയതാ? പുതിയതാ. എനിക്ക് ഇഷ്ടായി. ഇങ്ങനെ എടുത്തോ, നമ്മൾ ഇനിയും വാങ്ങിത്തരാം. ടീച്ചറെ, ഇന്ന് എന്ത് പറ്റി? ആകെ വാട്ടം പിടിച്ച പോലുണ്ടല്ലോ. ഒന്നുമില്ല. ആ ടീച്ചർ എങ്ങനെ? അയ്യേ, രാമേട്ടൻ ആ തൈക്കളയോടുള്ള കമ്പ ഇതുവരെ വിട്ടിട്ടില്ലേ? വിട്ടുകള. അതല്ലടാ, ആ പുതിയ ടീച്ചർ മേനക. ശരിയാ. എന്റെ ഈശ്വര, എന്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ ഇങ്ങനത്തെ ഒരു ഫിഗർ കണ്ടിട്ടില്ല. എന്താ അവളുടെ ആ നടത്തമുണ്ടല്ലോ, ആ ശബ്ദം. ഊർവശി, മേനക, രംഭ, ആ 4 പേര് കടത്തി വെട്ടിയ ചന്തല്ലേ മേനക ടീച്ചർക്ക് കൊടുത്തിരിക്കുന്നത്. എന്തൊരു ഭംഗി! ആ അമേരിക്കൻ അച്ചായനെ കുരുക്കിലാക്കിയ വിസ്കി ഉണ്ടല്ലോ, അതെന്ത് വിസ്കിയാ? മോണിക്ക വിസ്കി. അവളെ കടത്തി വെട്ടിയ ചന്തല്ലേ മേനക ടീച്ചർക്ക്. വെട്ടിത്തിളങ്ങുന്ന കണ്ണുകൾ, ഞാവൽപ്പഴം പോലുള്ള ചുണ്ടുകൾ, മാതളം പോലുള്ള കവിൾത്തടം, കറുത്തിരണ്ട് ഇടതൂർന്ന ശങ്കരേട്ടാ, നിങ്ങൾ പുറത്തു പോണില്ലേ? എന്നാ വാ പുരുഷു, നമുക്ക് പോയിട്ട് വരാം. വേണ്ട ശങ്കര, നീ ഇരിക്കെ. അതെന്താ? വരൂ സാറേ. ഇന്ന് വേണ്ട, വാടാ നമുക്ക് പോവാം. കമലാക്ഷി, ഇത് നമുക്ക് കൈവിട്ട് പോവുന്ന എന്റെ പേടി. നമ്മളെവിടേക്ക് പോണേ? രാമോട്ടാ, രാമോട്ടാ. എന്താടാ? ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ? പറഞ്ഞോ. ഞാൻ നിങ്ങളുടെ കൂടെ നടന്ന്
എന്റെ ലൈഫ് കംപ്ലീറ്റ് പോക്ക. അത് ശരി. രാമേട്ട, ഞാൻ ഇവിടെ നിക്കണോ പോണോ? ഇങ്ങോട്ടിരിക്കടാ. രാമേട്ട, വാതിലിന്റെ മുട്ട് തുറക്കും. തുറക്കുന്നവരെ മുട്ട്, ഇല്ലെങ്കിൽ ഞാൻ മുട്ടും. വേണ്ടെങ്കിൽ രാമേട്ട മുട്ടിക്കും. ഞാൻ മൂട്ടാടാ. മുട്ട് തട്ടുകയും തുറക്കപ്പെടും. ഇങ്ങനെ തട്ടി ആരാ തുറക്ക? ഞാൻ കാണിച്ചു തരാം. ഞാൻ മുട്ടി കാണിച്ചു തരാം. ഇല്ലെങ്കിൽ രാമേട്ട എന്റെ ചെള്ളക്കിട്ട് തന്നു. ആരാ മുട്ട്? എന്റെ അമ്മ ഉച്ചാദിച്ചു. ടീച്ചറെ, ടീച്ചറെ. വാര്യർ സാറിന്റെ ഈ നേരത്തെ അല്ല, ടീച്ചർക്ക് ഒറ്റയ്ക്കാൻ പേടിയുണ്ടെങ്കിൽ രാമൻകുട്ടി വരേന്നൊന്ന് വിളിച്ചാ മതി. ഞാൻ ഓടി ഇങ്ങെത്തും. ഒറ്റ ഓട്ടത്തിന് ഇവിടെ എത്തും. ആ, ഇത് പറയാനാണോ ഇത്ര ബുദ്ധിമുട്ടി ഈ അസമയത്ത് ഇവിടം വരെ വന്നത്? അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. ഞാൻ വാതിലടച്ചോട്ടെ? കാറ്റും വെളിച്ചൊന്നും കുഴപ്പമില്ല. കൊതുകേടി ഉണ്ടോ? കൊതുകേടി ഉണ്ടോ? മുത്തശ്ശി കിടന്നോട്ടെ, നീ പോയി കിടക്കാൻ നോക്ക്. അമ്മേ, ഈ മുത്തശ്ശിക്ക് എന്തുമാത്രം ഗന്ധർവ പാട്ടുകളും കഥകളും അറിയാന്നോ? കണക്കായി പോയി. അമ്മയെ ഇവിടെ ചീത്തയാക്കണേ. കണ്ട കെട്ടുകഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് പെണ്ണ് വല്ല വേണ്ടാദിനത്തിലും ചെന്ന് ചാടും. ഓ പിന്നെ, എന്റെ ഉണ്ണിമോളെ കട്ടോണ്ട് പോണത് മുത്തശ്ശിക്കൊന്ന് കാണണമല്ലോ. കട്ടുകൊണ്ടു പോവാൻ ഇങ്ങി വരട്ടെ, കാണിച്ചു കൊടുക്കാം. ഞാനൊന്ന് ചെറിയ ഇല്ലക്കുട്ടിയാണെന്ന വിചാരം. അങ്ങനെ അങ്ങ് ചോദിക്കും നീ. ചോദ്യം ഉത്തരവൊക്കെ ഇനി നാളെ ആവാം. പോയി കിടക്കാൻ നോക്ക്. രാമു വന്നു. ഏട്ടൻ ഊണ് കഴിച്ചു. പുറത്ത് കിടന്നോളാന്ന് പറഞ്ഞ് പായും വിരിയെടുത്ത് പോയിട്ടുണ്ട്. അതെന്താ, അകത്തെ ഫാനിന്റെ കാറ്റൊന്നും പോരെ നിന്റെ? അതൊന്നും എനിക്കറിഞ്ഞൂടാ. വാടി.